ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമക്കാർ പുസ്തകങ്ങൾ വായിക്കുമോ? സിനിമക്കാർ എഴുതുമോ? എഴുതുന്നവർ തന്നെ മറ്റുള്ളവരല്ലേ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത്? ഇങ്ങനെ ചില സംശയങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അതുകൊണ്ടൊന്ന് ആലോചിക്കണം. അക്കൂട്ടത്തിൽ ചിലർ ചോദിച്ചു, പക്ഷെ മോഹൻലാലിൻ്റെ ചില എഴുത്തുകൾ അത് ഗംഭീരമാണ്, മോഹൻലാൽ ചില ദർശനങ്ങൾ അത് അതിഗംഭീരമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനിത് പലപ്പോഴും മോഹൻലാലിൻ്റെ സിനിമാ രീതി, ജീവിതരീതി, ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പോലുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്നു നിന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേദാന്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ലാലിനോട് ചോദിച്ചിരുന്നു മുമ്പ്. അത് ചോദിക്കാൻ കാരണം മോഹൻലാൽ വർഷങ്ങൾക്ക് മുമ്പ് പരുക്ക് പറ്റി ആര്യവൈദ്യശാലയിൽ ചികിത്സയ്ക്ക് പോയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ ചികിത്സ കഴിഞ്ഞതിന് വന്ന ശേഷമാണ് ചില സിദ്ധാന്തങ്ങളിലേക്ക് വരുന്നത്. കാരണം ഓഷോയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഓഷോയുടെ പുസ്തകങ്ങളെക്കുറിച്ച്, ഓഷോയുടെ ആശ്രമത്തെക്കുറിച്ച്, ഓഷോയുടെ ചിന്തയെക്കുറിച്ച് ഇത് ഒരു വഴിയെങ്കിലും ഇല്ലാതെ മോഹൻലാൽ സംസാരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഓഷോ എത്തിച്ചു? അപ്പോൾ ലാൽ അന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ചികിത്സയ്ക്ക് കിടന്നപ്പോൾ എനിക്ക് കുറേ സമയമുണ്ടായിരുന്നു, ഞാനൊരു എഴുത്തുകാരനല്ല, എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ കുറിച്ച് വയ്ക്കാറുണ്ട്. അവിടെ തന്നെയുള്ളൊരു ജോലിക്കാരനാണ് എനിക്ക് ഈ ഓഷോയുടെ പുസ്തകങ്ങൾ തന്നു പറഞ്ഞത്, ലാലേട്ട, ഓഷോയെ നിങ്ങൾ വായിച്ചിരിക്കണം. അതിന് പ്രത്യേക തത്വശാസ്ത്രങ്ങളല്ല, അതൊരു ദൈവികമായ കാര്യങ്ങളല്ല. ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓഷോയുടെ പുസ്തകങ്ങളോ ദർശനങ്ങളോ വായിക്കാതെ പഠിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും. അങ്ങനെയാണ് ഓഷോയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതും. അത് വായിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഓഷോ മോഹൻലാലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു ആലോചിക്കണം. അങ്ങനെ വന്നപ്പോൾ ജീവിതത്തോട് പ്രത്യേക സ്നേഹം തോന്നി, നമുക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം തോന്നാലോചിക്കണം. അങ്ങനെ ഓഷോയുമായുള്ള അവരെ രചനകളും പ്രസംഗങ്ങളും ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് ഈ പുനർജന്മത്തെക്കുറിച്ചൊക്കെ ചിലർ ചോദ്യം വന്നത്. എന്നോട് അപ്പം ലാലു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇൻ്റർവ്യൂവിന് വരുന്ന പലരും എത്ര സിനിമയിൽ അഭിനയിച്ചു, എന്നാണ് തുടങ്ങിയത്, യഥാർത്ഥ പേരെന്താണ്, അങ്ങനെ ചില സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അതിന് വിട്ട് ചിലർ ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും. താങ്കൾ എങ്ങനെയാണ്, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ലാലിനോട് ചോദിച്ചത്. അപ്പോൾ ലാൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തെ ഈ ജീവിതത്തെയാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, സത്യം തന്നെയാണ്. എനിക്ക് പുനർജന്മം ഉണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. കാരണം പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു ജന്മം നമുക്ക് കിട്ടുന്നതാണ്. ആ പുനർജന്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് പലരും ജീവിതത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ മറന്നുകൊണ്ട് വരാനിരിക്കുന്ന സാങ്കല്പികമായ കാലഘട്ടത്തിലെ പുനർജന്മത്തിന് വേണ്ടി, നല്ലത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറേ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടിലും എനിക്കിപ്പോൾ ഉറച്ചൊരു തീരുമാനം പറയാൻ പറ്റില്ല. പുനർജന്മം ഉണ്ടോ ഇല്ലയോ, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കത് ബോധ്യമായിട്ടില്ല. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്നിന് വേണ്ടിയാണ്, നാളേക്ക് വേണ്ടി, ഇന്നിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇന്നിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ കഠിനമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കണം. അല്ലാതെ മറ്റൊരു ജന്മമുണ്ട് എന്ന് വിശ്വസിച്ച് ഞാൻ പോകാൻ ഒരുക്കമില്ല. അതുപോലെ തന്നെയാണ് പലരും. അപ്പം അതിൽ ഓഷോ മാത്രമായിരുന്നില്ല എനിക്കത് സഹായം ചെയ്യുന്ന ലാൽ പറഞ്ഞത്. അവിടെ ഊട്ടിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു നടത്ത് നമ്മുടെ തടിയൻ എന്നൽ ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, ലാലേ, ഇതിവിടെ അടുത്താണ് നിത്യ ചൈതന്യയതിയുടെ ആശ്രമം. അദ്ദേഹം സന്യാസിയൊന്നുമല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല എഴുത്തുകാരനാണ്, പുരോഗമന ചിന്ത, അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ലാൽ അദ്ദേഹത്തെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നു നിത്യ ചൈതന്യവുമായി സംസാരിച്ചു,
സംസാരിച്ചപ്പോൾ അതൊരു വേറെ തലത്തിലുള്ള രീതിയാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെതായുള്ള പുസ്തകങ്ങൾ കൊടുത്തു. ആ പുസ്തകം നിരന്തരമായി വായിച്ചു എന്നാലോചിക്കണം. അപ്പോൾ ഓഷോയിൽ നിന്നും വ്യത്യസ്തമായി വേറെ ചില അറിവുകളാണ് ഇട്ടിരിക്കുന്നത്. അവിടെ മരണഭയം ഇല്ല. അപ്പം അങ്ങനെയും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, താങ്കൾക്ക് പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും പക്ഷെ മരണഭയമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ലാൽ പറഞ്ഞു, ഞാൻ എന്തിന് മരണത്തെ ഭയപ്പെടണം? നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ച് വളർന്നു വന്നപ്പോഴാണ് നമ്മൾ ജനിച്ചു, നമ്മൾ ഇന്ന ആളാണ്, ഇന്ന അച്ഛൻ്റെയും അമ്മയുടെ മകനാണ്, ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞൊക്കെ പിന്നീടാണ്. അപ്പോൾ എനിക്ക് മരണഭയമില്ല. അപ്പോൾ മരണഭയമില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ വേദനിക്കാറുണ്ട്. എൻ്റെ അച്ഛനും ചേട്ടനും നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വേദനിച്ചാറുണ്ട്. നല്ല വേദന എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ വേദന എൻ്റെ ജീവിത അവസാനം വരെ കൊണ്ടു നടക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാനും നാളെ മരിച്ചു പോകുന്നവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ കർമ്മം ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ മരിച്ചവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ നമ്മൾ ചെയ്യേണ്ട ജോലികളുണ്ട്, കർമ്മങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം എന്ന് ആലോചിക്കണം. പിന്നെ മറ്റൊരു കാര്യം, മരണത്തെക്കുറിച്ചൊന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ അഭിനയിച്ചു കൊണ്ടിരുന്ന ആലുമൂടൻ ചേട്ടനുണ്ട്. എൻ്റെ മടിയിൽ കിടന്നാണ് അദ്ദേഹം, മരണം കാണുകയാണ് ഞാൻ, എൻ്റെ മടിയിൽ കിടന്നാണ് ആലുമൂടൻ ചേട്ടൻ മരിച്ചത്. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അപ്പോൾ മരണം ഭയമാണോ? നമുക്കൊക്കെ സങ്കടം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം, ഇത്രയേ ഉള്ളൂ. അതുവരെ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞിരുന്നിരുന്ന ഒരു നടനാണെന്ന് ആലോചിക്കണം. എൻ്റെ കയ്യിലാണ്, എൻ്റെ മടിയിലാണ് മരിച്ചു വീണത്. ഞാൻ അദ്ദേഹത്തെ കുറേ നേരം നോക്കി. ഇത്തിരി മുമ്പ് എന്തെല്ലാം സംസാരിച്ച മനുഷ്യനാണ്. ഇതുതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അതുകൊണ്ട് മരണഭയം എനിക്കില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന ലാലിൻ്റെ സിനിമകൾ കാണുമ്പോൾ ലാലിനൊന്നും അറിയില്ല, ലാലിന് എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം. എൻ്റെ എഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുത്തുകൾ എനിക്ക് തോന്നുന്നതേ ഞാൻ പറയാറുള്ളൂ, എഴുതാറുള്ളൂ. അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ചേഞ്ചസ് അത് ബോധപൂർവം ഉണ്ടാക്കുന്നതല്ല. ഇന്ന കൊച്ചു കാര്യങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ വരുന്നു. ഞാൻ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ, സത്യനന്ദിക്കാടാണ് അത് എന്നെ കൂടുതൽ ശ്രദ്ധിച്ചത്. സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കൊച്ചു കൊച്ചു തമാശകൾ, അതായത് പല പേരുകളിൽ, അത് ലാലാവാം, ലാലുട്ടനാവാം, ലാലേട്ടനാവാം, ലുട്ടാപ്പിയായിരിക്കാം, അങ്ങനെയുള്ള തമാശയുള്ള പല പേരുകളിൽ ഞാൻ ചെറിയ ചെറിയ കുറിപ്പുകൾ പോലെ ചില സാധനങ്ങൾ, അതായത് നിമിഷ കവി എന്ന് വേണമെങ്കിൽ പറയാം ലാലിനെ. അങ്ങനെ നിമിഷ കവിതകൾ എഴുതി, നിമിഷ കഥകൾ എഴുതി, ഇതെല്ലാം അതിനനുബന്ധമായ പടങ്ങളും വരച്ചുകൊണ്ട് സത്യനെ ഏൽപ്പിക്കാറുണ്ടെന്ന് ലാൽ പറഞ്ഞേ. സത്യൻ അത് വായിച്ചിട്ട് സത്യത്തിൽ ചിരിക്കുകയല്ല, ലാലിനെ കുറേ സമയം നോക്കിക്കൊണ്ട് പറയും, ലാലിൽ നല്ലൊരു എഴുത്തുകാരനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എഴുതാൻ കുറേ പ്രേരണ അനുഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ വെറുതെ വായിച്ചാൽ പോരാ, അതിൽ അതിശയോക്തികാരത ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്ന ലാലിന് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമില്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ മരണഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ മരണഭയമില്ല എന്നുള്ളതാണ്. അതായത് പുനർജന്മമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ജന്മം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് ലാലിന് പറയാനുള്ളത്.